കുന്തിരിക്കത്തിൻ്റെ നാടാണ് ഒമാൻ. ചരിത്രപരമായും സാംസ്കാരികപരമായും കുന്തിരിക്കത്തിന് ഒമാനിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഭൗമ പദവി കൂടി ഒമാനി കുന്തിരിക്കത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇനി ആഗോള വ്യാപാര നിയമത്തിൽ ഒമാനി കുന്തിരിക്കത്തിന് പ്രത്യേക സംരക്ഷണം ഉണ്ടാകും. അറേബ്യയുടെ സുഗന്ധ തലസ്ഥാനമെന്ന് ഒമാനിലെ സലാല അറിയപ്പെടാനുള്ള പ്രധാന കാരണം ദോഫാറിലെ മലഞ്ചെരുകളിലെ ആ മരങ്ങളാണ്. സുഗന്ധം കിനിഞ്ഞിറങ്ങുന്ന മരങ്ങൾ. പറഞ്ഞു വരുന്നത് കുന്തിരിക്കത്തെക്കുറിച്ചാണ്. ഒമാൻ ലോകത്തിന് നൽകുന്ന ദോഫാർ കുന്തിരിക്കത്തെക്കുറിച്ച്. ഒമാന്റെ സാംസ്കാരിക പൈതൃകമായ ഒമാനി കുന്തിരിക്കത്തിന് ആഗോളതലത്തിൽ ചരിത്ര നേട്ടം സ്വന്തമായിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ഭൗമസൂചിക പദവിയാണ് ഒമാനി കുന്തിരിക്കം സ്വന്തമാക്കിയത്. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ആ പ്രദേശത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതുമായ ഉൽപ്പന്നങ്ങൾക്കാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പദവി നൽകുന്നത്. ആഗോള വ്യാപാര നിയമങ്ങൾ പ്രകാരം ഒമാൻ കുന്തിരിക്കത്തിന് ഇനി പ്രത്യേക സംരക്ഷണം ഉണ്ടാകും. സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായുള്ള ലോക ഭൗതിക സ്വത്തവകാശ സംഘടനയുടെ ലിസ്ബൺ ഉടമ്പടി പ്രകാരമാണ് ഈ രജിസ്ട്രേഷൻ പൂർത്തിയായത്. ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ഒമാനി കുന്തിരിക്കം എന്ന പേര് ലോകത്തെവിടെയും അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കും. ഒമാന്റെ മണ്ണിൽ ഉൽപ്പാദിക്കപ്പെടുന്ന യഥാർത്ഥ കുന്തിരിക്കത്തിന് മാത്രമായിരിക്കും ഈ പേര് ഉപയോഗിക്കാൻ അവകാശമുണ്ടാവുക. ഒമാന്റെ പൈതൃക സ്വത്തുക്കളെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ ഒരു മുന്നേറ്റം കൂടിയാണിത്. ദോഫാർ ഗവർണറിലെ പർവ്വതനിരകളിൽ വളരുന്ന ബൊസല്ലിയ സാക്ര മരങ്ങളിൽ ലഭിക്കുന്ന കുന്തിരിക്കത്തിന്റെ പ്രത്യേകതയും ശുദ്ധിയും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ്. രാജ്യാന്തര വിപണിയിൽ ഒമാനി കുന്തിരിക്കത്തിന്റെ മൂല്യം വർദ്ധിക്കാനും കയറ്റുമതി കൂടുതൽ എളുപ്പമാക്കാനും ഇത് സഹായിക്കും. ദോഫാറിലെ കുന്തിരിക്കത്തോട്ടങ്ങൾ ലോക പ്രശസ്തമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുന്തിരിക്കം കയറ്റുമതി ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിൽ നിന്ന് കുന്തിരിക്കവുമായി കേരളത്തിലേക്കും കപ്പലെത്തിയിരുന്നു എന്നാണ് ചരിത്രം. ഗുണനിലവാരവും ഉത്ഭവ സ്ഥലവും അനുസരിച്ച് ഒമാനി കുന്തിരിക്കത്തെ പ്രധാനമായും ഹെജാരി, നജ്ദി, ഷസ്രി, ഷാബി എന്നിങ്ങനെ 4 തിരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരിക്കമായി അറിയപ്പെടുന്നവയാണ് ഹെജാരി. മനോഹരമായ പച്ചകലർന്ന വെളുത്ത നിറവും സിട്രസ് ഗന്ധവുമാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഈ നമ്പർ 1 ലുബാൻ വരുന്നത് ജബൽ സംഹാന. നല്ല ക്വാളിറ്റി ലുബാൻ. റേറ്റും അത്യാവശ്യം റേറ്റും കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സ്മെല്ലുള്ള ലുബാൻ അതാണ്. ഹരീഫിന് ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മൾ ഈ ഗ്രീനും പിന്നെ ഈ ജബൽ സംഹാന. കാരണം ആൾക്കാർക്ക് നല്ല ഡിമാൻഡുള്ള സാധനമാണ് വേണ്ടത്. പിന്നെ ലോ ക്വാളിറ്റി സാധനം പോകും, പക്ഷെ അതങ്ങനെ ഇല്ല. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സാധനം ഇതാണ്. നമ്പർ 1 സാധനം നമ്മൾ കൊടുക്കുന്നത്. ഇത് സലാലിൻ്റെ ദോഫാറിൽ ഇത് നമ്മൾ കൊടുക്കുന്നതും സലാലിൻ്റെ മാത്രം സാധനം. വേറൊരു സ്ഥലത്തുള്ള സാധനം നമ്മളിവിടെ ചെയ്യുന്നില്ല. കാരണം ഇത് പുറത്തുള്ള സാധനം ഉണ്ട്, സൊമാലിൻ്റെ ഉണ്ട്, യമൻ്റെ സാധനം ഉണ്ട്. പക്ഷേ ഏറ്റവും ഗുണമുള്ള ക്വാളിറ്റിയുള്ള സാധനം സലാലിൻ്റെ. വേൾഡിൽ തന്നെ നമ്പർ 1 ലുബാന് സലാലിൻ്റെ. അതാണ് ആൾക്കാർക്ക് ഇത്രയും ഡിമാൻഡ് ഈ സാധനത്തിൽ. ആ ഗ്രീന് കൂടുതലുള്ളത് കുറച്ച് റെയറാണ്. കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് ഇത്. അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് ഇത്, ലോ ക്വാളിറ്റി കുറച്ച്. പിന്നെ ഇതിൽ തന്നെ ചെറിയ ടൈപ്പ്, ഈ സൈസ് ചെറുത് ആയിട്ടുള്ള അങ്ങനെ ടൈപ്പ്. ദോഫാർ മലനിരകൾക്ക് പിന്നിലെ പീഠഭൂമികളിൽ നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ മികച്ച ഇനമാണ് നജ്ദി. ഇതിന് ഇളം മഞ്ഞ നിറമാണ് ഉണ്ടാവുക. പടിഞ്ഞാറൻ ദോഫാറിൽ ലഭിക്കുന്ന ഷസ്രി ഇനം നിറം കുറഞ്ഞതും സാധാരണ നിലവാരത്തിലുള്ളതുമാണ്. തീരപ്രദേശങ്ങളിൽ ലഭിക്കുന്ന ഷാബി ഇനത്തിന് കടുത്ത നിറമാണുള്ളത്. ആരോഗ്യപരമായും ഒട്ടേറെ ഗുണങ്ങളുള്ളവയാണ് ഒമാനി കുന്തിരിക്കം. മേന്മയേറിയ കുന്തിരിക്കം ലഭിക്കുന്ന സ്ഥലമായതിനാൽ ലോക പൈതൃക പട്ടികയിലും ദോഫാറിലെ കുന്തിരിക്ക കേന്ദ്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. മാർച്ച് മുതൽ മെയ് വരെയാണ് കുന്തിരിക്ക സീസൺ. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദോഫാറിലേക്ക് എത്താറുള്ളത്. ഇത് കഴിയുന്നതോടെ ഖരീഫ് സീസൺ ആരംഭിക്കും. സുഗന്ധമായും ഔഷധമായും എല്ലാം ഉപയോഗിക്കുന്ന കുന്തിരിക്കം വലിയ തോതിൽ ഈ കാലയളവിൽ വിൽപ്പന നടത്താറുണ്ട്.